ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ 131 സെഷനാണല്ലോ ഇത്. 4-ാം സന്ദർഭത്തിൽ 52-ാമത്തെ വിചിന്തനവും നമ്മൾ സുഹൃത സരണിയിൽ അമദ്രേസ്യ പ്രശാന്തമായ പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് ശ്രദ്ധിച്ചു വരികയായിരുന്നല്ലോ. 31-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. 12-ാമത്തെ കണ്ണീർ ഉപസംഹാരത്തെ പറ്റി പറയുകയാണ്. ഈ പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തികൾ പിന്നെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് തങ്ങളുടെ മനസ്സിനെ കൊണ്ട് പോകരുത്, ഇറങ്ങിക്കൊണ്ട് പോകരുത്. തമ്പുരാനത് വലിയ ഇച്ഛാഭംഗം ഉണ്ടാക്കും. അവിടുന്നത് അവിടുത്തെ കൃപ തുറന്നെടുക്കുന്നതിന് അവിടുന്ന് പിന്തിരിഞ്ഞു പോകും. അത് വലിയ നഷ്ടമാണ് എന്ന മതത്തെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ കർത്താവ് ഭക്തിമാധുര്യവും പരിശുദ്ധ നിവേശനങ്ങളും എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് വെളിച്ചവും നൽകുന്ന ആളുകളും ഇല്ലായികയില്ല. അപ്പം ഇങ്ങനെയുള്ള അനുഭവം കിട്ടുന്ന ആൾക്കാർ ധാരാളം എന്ന പോലെ ഉണ്ട്. ആ കൂട്ടത്തിലായിരുന്നു ഞാനും. അവർക്ക് അവിടുന്ന് തൻ്റെ രാജ്യം നൽകി പ്രശാന്തമായ പ്രാർത്ഥനയിൽ പ്രവേശിപ്പിച്ചാലും ചെകിടരെന്ന ഭാവമാണ് പ്രായേണ അവർ തുടരുക. ഇത്രയും അനുഭവമൊക്കെ കിട്ടുന്നത് അറിഞ്ഞിട്ടും അത് അനുഭവിച്ചിട്ടും അതിനോടൊരു ശ്രദ്ധ കൊടുക്കാതെ, അതിനെ ആദരവോടെ പരിഗണിക്കാതെ, അതുവഴി ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന എന്താണ് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാതെ ഒരു വക ഒന്നും കേൾക്കാത്ത പോലെ അറിയാത്ത പോലെ നടക്കുന്നൊരവസ്ഥ. എന്നിട്ട് നമുക്ക് പറയാണ്, ഒട്ടേറെ വാചിക പ്രാർത്ഥനകൾ ദിനചര്യയുടെ ഭാഗമെന്നോണം ദ്രുതഗതിയിൽ ചൊല്ലി തീർത്തേ അവർക്ക് തൃപ്തിയാവൂ. കർത്താവ് തൻ്റെ രാജ്യം കയ്യിൽ വെച്ച് കൊടുത്താൽ തന്നെയും അവർ അത് വാങ്ങിക്കുകയില്ല. പ്രശാന്തമായ പ്രാർത്ഥനയിൽ നിന്ന് തങ്ങളെ അകറ്റുന്ന തരത്തിൽ ചൊല്ലിക്കൂട്ടുന്നതെല്ലാമാണ് മെച്ചപ്പെട്ട നേട്ടം എന്നത്ര അവരുടെ ധാരണ. പ്രശാന്തമായ പ്രാർത്ഥനയിലേക്ക് ദൈവം ഒരു വ്യക്തിയെ കൈപിടിച്ച് ആനയിക്കുമ്പോൾ അതിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. അതിൻ്റെ ബാക്കി ദൈവം ആ വ്യക്തിയെ കൊണ്ടുപോകാനായിട്ട് അതിനെ പരിഗണിച്ചിട്ട് വിട്ടുകൊടുക്കണം. അതിന് പകരം തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളെ ശ്രദ്ധിക്കാതെ അവഗണിച്ചും തൻ്റെ തൃപ്തി അനുസരിച്ച് പണ്ട് മുതലേ ചൊല്ലിക്കൊണ്ടിരുന്നതായ പ്രാർത്ഥനകൾ കുറേ അധികം വാചിക പ്രാർത്ഥന ഉണ്ടായിരിക്കും. അത് മുഴുവനും ചൊല്ലി തീർത്തെടുക്കാനായിട്ട് തത്രപ്പെട്ട് വ്യഗ്രതപ്പെട്ടു പോകുന്നു. അങ്ങനെ പോകുന്നവര് സ്വന്തം തൃപ്തിയാണ് അന്വേഷിക്കുന്നത്. ഈ ഉള്ളില് ദൈവം പകരുന്ന ആത്മീയ കൃപകള്, ആനന്ദം, തൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല. അപ്പൊ അവർ വളരുക ആത്മീയമായിട്ട്. ഇത് ഒരു വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ ഭക്തചര്യകള്, ആത്മീയ അഭ്യാസങ്ങള്, പ്രാർത്ഥനാ ചിട്ടകള് അത് മുടക്കാതെ ചെയ്തു പോരുക എന്നുള്ളത് പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുമ്പം ഇത് നിർത്തിക്കളയാനല്ല, അവഗണിച്ച് കളയാനല്ല, ഉപേക്ഷിച്ചേക്കാനല്ല. ഇനിയിപ്പോൾ കൊന്ത ചെല്ലണ്ട, കടക്കൊന്ത ചെല്ലണ്ട, സുതിപ്പൊന്നും വേണ്ട, അങ്ങനെയല്ല. മദ്രസ്യ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തുമാത്രം ആത്മീയമായിട്ട് ദൈവം നമ്മൾ കയറ്റിക്കൊണ്ട് പോയാലും വളർത്തിയാലും വാചിക പ്രാർത്ഥനകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കരുത്. നമ്മുടെ ദിവസത്തിൻ്റെ ദിനചര്യയിൽ അല്ലെങ്കിൽ ടൈം ടേബിളിൽ നമുക്കൊരു ക്രമം വേണം. ഇത്ര പ്രാർത്ഥനകൾ ചൊല്ലുന്ന രീതി നമുക്ക് വാചിക പ്രാർത്ഥന തന്നെ വേണം. ഈ സുഖസരണിയിലെ മറ്റൊരു അധ്യായത്തിൽ വാചിക പ്രാർത്ഥന ചൊല്ലുക വഴിയായിട്ട് ആത്മീയ കരുത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തികളെ പറ്റി അമദ്രസ്യ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പ്രശാന്തമായ പ്രാർത്ഥനയ്ക്ക് നേരെ വരാതെ തന്നെ വേറെ കയറി പോകുന്ന അനുഭവം ഉണ്ട്. അതേപറ്റി അമദ്രസ്യ പറയുന്നുണ്ട്, ദൈവത്തിന് ഒരുപാട് മാർഗങ്ങളും വഴികളും ഉണ്ടെന്ന് നമ്മൾ അറിയുക തന്നെ വേണം. എങ്കിലും ഇവിടെ അമദ്രസ്യ പറയുന്നത്, ഈ പ്രശാന്തമായ പ്രാർത്ഥനയുടെ മാധുര്യ അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോയി അതിൽ ആ വ്യക്തി ആയിരിക്കുമ്പോൾ അത് അവഗണിച്ചിട്ട് നിർത്തിയിട്ടും അത് മാറ്റിവെച്ചിട്ടും പ്രാർത്ഥന ചൊല്ലി തീർക്കാനായിട്ട് തത്രപ്പെട്ട് പോകരുത്. ചൊല്ലി തീർക്കാനുള്ള പ്രാർത്ഥനകൾ മറ്റു സമയത്ത് ചൊല്ലാൻ നോക്കുക. നേരത്തെ ചൊല്ലാൻ പറ്റുക ചൊല്ലുക, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ചൊല്ലാൻ നോക്കുക. ഇനി ഒരുപക്ഷെ സമയം പിന്നെ കിട്ടിയില്ലെങ്കിൽ പോലും അത് പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഇരുന്നത് കൊണ്ടാണ് ചൊല്ലാൻ സമയം കിട്ടാതെ പോയത് എങ്കിൽ അതൊരു ഉപേക്ഷയായിട്ട് പോരായ്മയായിട്ട് നമ്മൾ കുറ്റബോധത്തെ കാണിക്കുകയും വേണ്ട എന്നൊരു വ്യക്തത നമുക്ക് വേണം. ഒട്ടേറെ വാചിക പ്രാർത്ഥനകൾ ദിനചര്യയുടെ ഭാഗമെന്നോണം ദ്രുതഗതി ചൊല്ലി തീർത്തേ അവർക്ക് തൃപ്തിയാവൂ. കർത്താവ് തന്റെ രാജ്യം കയ്യിൽ വെച്ച് കൊടുത്താൽ തന്നെയും അവരത് വാങ്ങിക്കുകയില്ല. അതാണ് പ്രശാന്ത പ്രാർത്ഥന വാങ്ങിക്കുന്നില്ലെന്ന് പറയുന്നത്. പ്രശാന്തമായ പ്രാർത്ഥനയിൽ നിന്ന് തങ്ങളെ അകറ്റുന്ന തരത്തിൽ ചൊല്ലിക്കൂട്ടുന്ന എല്ലാമാണ് അവർ മെച്ചപ്പെട്ട നേട്ടം എന്നത്ര അവരുടെ ധാരണ. ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വിധത്തില് വേറെ വാചിക പ്രാർത്ഥനയ്ക്ക് നമ്മൾ ബഹളം വെച്ച് ആകുലപ്പെട്ടു പോകരുത്. ഇതിൽ മുഴുകി ആഴപ്പെട്ടു പോകാൻ അനുവദിച്ചുകൊണ്ട് വേണം
ഇട നഷ്ടപ്പെടുത്താതെ വേണം വാചിക പ്രാർത്ഥനയെ വ്യാപരിക്കാൻ. 11-ാം ഖണ്ഡിക, സഹോദരിമാരെ, നിങ്ങൾ ഇത്തരത്തിൽ വർദ്ധിക്കരുത്. ഈ വാചിക പ്രാർത്ഥനയുടെ ഭ്രാന്തമായിട്ട് നിങ്ങൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. എത്ര അനർഹമായ നിധിയാണ് നിങ്ങൾക്ക് നഷ്ടമാകാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കർത്തൃ പ്രാർത്ഥന മുഴുവനും പല പ്രാവശ്യം അതിവേഗത്തിൽ ചൊല്ലുന്നതിനേക്കാൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇടയ്ക്കിടെ ആവർത്തിക്കുന്നതാണ് ഫലപ്രദമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നയാൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. അവിടെ നിങ്ങളെ ശ്രമിക്കാതിരിക്കുകയില്ല. തന്നെ സ്തുതിക്കുന്നതിനും തൻ്റെ നാമത്തെ പൂജിക്കുന്നതിനുമുള്ള ശരിയായ മാർഗം ഇതാണ്. നിങ്ങൾ ഉറച്ചു കൊള്ളുക. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവിടുത്തെ നാമത്തിന് പൂജ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ പ്രശാന്തമായ അനുഭവത്തിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുത്തവർ അവിടുത്തെ കൂടെ ആയിരിക്കുമ്പോഴാണ്. നമ്മൾ ദൃശ്യം പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ തൻ്റെ അന്തേവാസികൾ എന്ന നിലയിലാണ് ഈ പദവിയിൽ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത്. അന്തേവാസികൾ ആരാണ്? കൂടെ താമസിക്കുന്നവരാണ്. രാജാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരാണ് രാജാവിൻ്റെ അന്തേവാസികൾ. അപ്പൊ നമ്മൾ ദൈവ ആഭ്യന്തര കർമ്മ്യം, ദൈവഭവനത്തിൻ്റെ നാഥനായ ദൈവത്തിനോടൊപ്പം അവിടെ വസിക്കുന്ന അന്തേവാസികളാണ്. അത് നമുക്ക് ഏറ്റവും വലിയ യോഗ്യതയും പുണ്യവും ദൈവത്തിൻ്റെ വലിയ കൃപയും. അത് നമ്മൾ അവഗണിക്കരുത്. ആ രീതിയിലാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. വർത്തമാനമായ പക്ഷത്തോടും സ്നേഹത്തോടും ആവേശത്തോടും കൂടെയാണ് നിങ്ങൾ അവിടുത്തെ സ്തുതിക്കേണ്ടത്. തന്നിമിത്തം തൻ്റെ സേവനത്തിൽ നിന്ന് വ്യതിചലിക്കുക സാധ്യമല്ലെന്ന പ്രതീതി വളർന്നുകൊണ്ടുമിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ നീങ്ങുമ്പോൾ സ്തുതിക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു. എങ്ങനെ? വർത്തമാനമായ പക്ഷത്തോടെ സ്നേഹത്തോടെ സ്തുതിക്കണം, ഈ പ്രാർത്ഥന ചൊല്ലണം. അല്ലാതെ എണ്ണ നയിക്കാൻ വേണ്ടി യാതൊരുമായിട്ട് ചൊല്ലിത്തീർത്തിട്ട് ഏറ്റുപോകുന്ന രീതി, അതിനകത്ത് നമ്മൾ കയറി വരണം. നമ്മുടെ ബ്രാക്കറ്റിൽ പറയുകയാണ്, ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് ഇക്കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇങ്ങനെ ഒരു കമന്റ് സൂചന അമദർസി ഇടയ്ക്കിടയ്ക്ക് എല്ലാം പിന്നെ പറഞ്ഞു കാണാം. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ സുഖസണ്ണിന്റെ 30-ാം അധ്യായം പൂർത്തിയാക്കി. നമുക്ക് പ്രശാന്തമായ പ്രാർത്ഥനയെക്കുറിച്ച് നല്ലൊരു വ്യക്തത കുറെ കൂടെ തരാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ആഭ്യന്തര കർമ്മത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 4-ാം സദനത്തിൻ്റെ കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ ഈ സുഖസണ്ണിലേക്ക് പോയത്. നമുക്കൊന്നിനോടെ വായിക്കാം. ഇമ്മാതിരി പ്രാർത്ഥനയിൽ, ഈ പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവം ഇപ്രകാരം സംഭവിക്കുന്നതിന്റെ കാരണം ഞാൻ വേറൊരു സന്ദർഭത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഏതാണ്? തമ്പുരാനോട് ചേർന്ന് എല്ലാം മറന്ന് ആയിരിക്കുന്ന അനുഭവം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പം നമുക്ക് വ്യക്തമായി. ഈ സദനത്തിന്റെ ആരംഭത്തിൽ വിവരിച്ച പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രശാന്തമായ പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥന. അനുചന്ദന പ്രാർത്ഥനയും അതിനോട് ചേർക്കുകയാണല്ലോ ചെയ്തത്. പിന്നെ പറയുകയാണ് ചെയ്തത്, അനുചന്ദന പ്രാർത്ഥന ആദ്യം വിവരിക്കേണ്ടതായിരുന്നു. അതിനു മുമ്പ് വിവരിച്ച ദൈവദത്തമായ ആനന്ദ അനുഭൂതിയേക്കാൾ വളരെ താഴ്ന്ന തരവും അതിനുള്ള ആരംഭവും മാത്രമാണ് അനുചന്ദന പ്രാർത്ഥന. അതായത് അനുചന്ദന പ്രാർത്ഥനയിൽ ധ്യാനവും ബുദ്ധിയുടെ പ്രവർത്തനവും ഉപേക്ഷിക്കേണ്ടതില്ല. അത് അമ്മത്തെ ബ്രാക്കറ്റ് പറയുകയാണ്. ജലപ്രവാഹം സമൃദ്ധിയായുള്ള ആ ഉറവയിൽ നിന്ന് നേരെയാണ് വെള്ളം വരുന്നത് പ്രശാന്തമായ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥനയിൽ. പൈപ്പുകൾ വഴിയല്ല. ബുദ്ധിയുടെ പ്രവർത്തനം തന്നെത്താൻ നിലയ്ക്കുന്നു പ്രശാന്തമായ പ്രാർത്ഥനയിൽ. കൂടുതൽ സൂക്ഷ്മമായി പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സുഹൃത്തുക്കളിലേക്ക് അമദർസി പറഞ്ഞ കാര്യങ്ങളിൽ ഒരല്പം സൂചന റിപ്പറ്റേഷൻ ഇവിടെയുണ്ട്. ഞാനിവിടെ അമദർസി പറഞ്ഞ് സൂചിപ്പിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മമായി പറഞ്ഞാൽ, ബുദ്ധി ആഗ്രഹിക്കുന്ന പോലെ ഗ്രഹിക്കാൻ സാധിക്കാത്തത് നിമിത്തം സ്വപ്രയത്നം തുടരുവാൻ അതിന് ശേഷിയില്ലാതെ വരുന്നു. തന്നിമിത്തം അതൊരു വിഡ്ഢിയെ പോലെ സ്വസ്ഥതയില്ലാതെ അങ്ങുമിങ്ങും അലഞ്ഞു തിരിയും. മനസ്സോ വില്ല്. എന്നാൽ സ്വന്തം ആസ്ഥാനമായ ദൈവത്തിൽ ഗാഠമായ സ്വൈരത അനുഭവിക്കുകയാണ്. ബുദ്ധിയുടെ അസ്വസ്ഥത അതിന് മഹാശല്യമാണ്. എന്നാൽ മനസ്സ് അത് ലെവലേശം ശ്രദ്ധിക്കേണ്ടതില്ല. അമദർസ്യ വിശദീകരിക്കുന്ന നമ്മൾ സുബ്രസന്നെ കണ്ടതാണല്ലോ. ശ്രദ്ധിച്ചു പോയാൽ കൈവന്നിരിക്കുന്ന ആനന്ദ അനുഭൂതി ഏറിയ കൂറും നഷ്ടപ്പെടും. അതിനാൽ ഒന്നും വകവയ്ക്കാതെ സ്നേഹനാഥന്റെ ആശ്ലേഷത്തിനുള്ളിൽ ആത്മാർപ്പണം ചെയ്ത് വിശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ അമ്മയുടെ മാറത്ത് ചാഞ്ഞു കിടന്ന് പാല് കുടിക്കുന്ന കുഞ്ഞിന്റെ ഉദാഹരണം അപ്പുറത്തെ മതസ്യ പറഞ്ഞല്ലോ. എന്താണ് തൻ്റെ വായിലേക്ക് ഇത്ര പാല് ഒഴുകി വരുന്നത്, എങ്ങനെയാണ് ഇത് തനിക്ക് കിട്ടുന്നത് എന്നോർത്ത് ആ കുഞ്ഞ് നോക്കാനായിട്ട് ഈ മലകുടി നിർത്തിയിട്ട് പോയാൽ സംഗതി ശരിയാവുകയില്ല.
അത് നന്ദിയോടെ ആ മാധുര്യത്തോടെ പാല് നുകരുക, അമ്മയെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിക്കുക, അവിടെ ചേർന്നായിരിക്കുക, അത് മതി എന്ന് പറഞ്ഞതുപോലെ സ്നേഹനാഥന്റെ ആശ്ലേഷത്തില് ആത്മാർപ്പണം ചെയ്ത് മറ്റു ചിന്തകളൊന്നും പരിഗണിക്കാതെ വിശ്രമിക്കുകയാണ് ഈ പ്രശാന്തമായ പ്രാർത്ഥനയ്ക്ക് വരുന്ന വ്യക്തി ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. ഈ ദൃശ്യ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ തന്നെ പഠിപ്പിക്കും. ചുരുക്കത്തിൽ ഇത്ര മഹാദാനത്തിന് നമ്മൾ എത്രമാത്രം അനർഹരാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് കൃതജ്ഞതാ പ്രകാശത്തിൽ ഏർപ്പെട്ടിരുന്നാൽ മാത്രം മതിയെന്ന് നമുക്ക് ബോധ്യമാകും. കൃതജ്ഞതാ പ്രകാശത്തിന് മാത്രം ഒഴുകിയാൽ മതി. അതും ബഹളം വെച്ചും ധൃതി വെച്ചും ഭാരപ്പെട്ട് വല്ല സ്ട്രെയിൻ ചെയ്തല്ല, വളരെ ആയാസരഹിതമായിട്ട് ചെയ്യണം. 9-ാം ഖണ്ഡിക അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ പോയത് കൊണ്ട് ദൈവം ആനന്ദ അനുഭൂതി എന്ന പ്രാർത്ഥന അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ആത്മാക്കളിൽ പ്രകാശിക്കുന്ന ഫലങ്ങൾ അഥവാ അടയാളങ്ങൾ വിവരിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കണ്ടു. ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥന അനുഭവത്തെക്കുറിച്ച്, പ്രശാന്തമായ പ്രാർത്ഥന ആ രീതിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടു. ഇനി മദ്രസ പറയാൻ പോകുന്നത് ഈ പ്രശാന്തമായ പ്രാർത്ഥനയിൽ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയ്ക്ക് വന്ന വ്യക്തികളിൽ ചില അടയാളങ്ങൾ ഉണ്ടാവും, ഫലങ്ങൾ ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ന് മദ്രസ വിശദീകരിക്കുകയാണ്. ആത്മാവിന് ഒരു വിജൃംഭണം അഥവാ വികസനം ഉണ്ടാകുന്നുവെന്ന് നിഷ്പ്രയാസം ഗ്രഹിക്കാം. ആത്മാവിന് നല്ലൊരു വളർച്ച, ഒരു വികാസം ഉണ്ടാകുന്നു. ഇതാണ് ആദ്യമായിട്ട് പറയുന്ന ഫലം. ഉറവിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ബഹിർഗമനം ഒന്നുമില്ലാത്ത പോലെ തോന്നും. എത്രയധികം ജലം വരുന്നുവോ അത്രയധികം വിസ്തീർണതയും പാത്രത്തിന് ഉണ്ടാകത്തക്ക വണ്ണം വളരെ അയവുള്ള സാധനം കൊണ്ടാണ് അതിന്റെ നിർമ്മിതി എന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ആത്മാവ് ഈ സ്നേഹം, ദൈവസാന്നിധ്യം ഇത് ഉണ്ടാകുന്ന അനുസരിച്ച് ആത്മാവ് ഇങ്ങനെ വികസിക്കാൻ തുടങ്ങുന്നുവെന്നാണ്. ഒരു വികസനം, വിജൃംഭണം ഉണ്ടാകുന്നു. ആത്മാവ് അങ്ങനെ ഒരു വളർച്ചയുടെ അനുഭവം, ഈ ആഭ്യന്തര കാര്യങ്ങൾ അങ്ങനെ വളരുന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പൊ അവിടെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അമ്മയും സ്വർഗവാസികളും മാലാഖമാരും അങ്ങനെ സ്വർഗം മുഴുവനും നമ്മുടെ ഉള്ളില് വളർന്ന് നിറയുന്ന ഒരു വികാസ അനുഭവം. ഇതുപോലെ തന്നെ വിസ്മയകരമായ മറ്റനുഭവങ്ങളും ഈ പ്രാർത്ഥനയിൽ ഉളവാകും. ഇവയെല്ലാം കൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ സംഭവിക്കുവാനുള്ള കഴിവും മുന്നൊരുക്കവും ആത്മാവിന് സിദ്ധിക്കുന്നു. എത്രയും സൗമ്യമായ ഉത്ഫുല്ലനവും ആന്തരികമായ വിസ്തീർണതയും നിമിത്തം ദൈവ ശുശ്രൂഷ സംബന്ധിച്ച കാര്യങ്ങളിൽ മുൻപുണ്ടായിരുന്ന സങ്കോചമെല്ലാം നീങ്ങി വളരെ സ്വാതന്ത്ര്യവും ഹൃദയവിശാലതയും സിദ്ധിക്കുന്നു. ഇതൊരു വളരെ മനോഹരമായ കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആത്മാവിന് അങ്ങനെയുള്ള വികാസവും വളർച്ചയും കരുത്തും എല്ലാം കിട്ടിക്കഴിയുമ്പം അതിൻ്റെ ഒരു അടുത്ത അനുഭവം എന്ന് പറയുന്നത് ദൈവ ശുശ്രൂഷ സംബന്ധിച്ച കാര്യങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു സങ്കോചം എല്ലാം മാറിയിട്ട് സ്വാതന്ത്ര്യ ഹൃദയ വിശാലത ശ്രദ്ധിക്കുന്നു. ആത്മീയ ശുശ്രൂഷകൾ വ്യാപരിക്കാൻ നല്ലൊരു സ്വാതന്ത്ര്യം, ഒരു സങ്കോചമില്ലായ്മ, ഒരു മടിയില്ലായ്മ. ആൾക്കാർ എന്ത് വിചാരിക്കും, എന്ത് പറയും, എന്നാ ചിന്തിക്കും, ശരിയാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഈ സങ്കോചം, ഒരു പിൻവലിയല്, ഒരു ആത്മവിശ്വാസമില്ലായ്മ, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, ഇതെല്ലാം മാറിയിട്ട് വളരെ ലാഘവഭാവത്തില് സ്വാതന്ത്ര്യത്തോടെ ഹൃദയവിശാലതയോടെ ആത്മീയ ശുശ്രൂഷകളില്, പ്രാർത്ഥനാ മേഖലയില്, ഇടവകയിലെ ശുശ്രൂഷകളില്, വചന പ്രഘോഷണത്തില്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യാപരിക്കാനുള്ള ഒരു ആത്മീയ കരുത്ത് കിട്ടുന്നു എന്നിവിടെ മദ്രസ പറയാണ്. ഉദാഹരണമായി വീണ്ടും കുറെ കാര്യം പറയുന്നുണ്ട്. നരകഭീതി ആത്മാവിനെ പീഡിപ്പിക്കുകയില്ല. ഒരു വശം നരകഭീതി, നരകത്തിൽ പോകുമോ, നശിച്ചു പോകുമോ എന്നുള്ള ചിന്ത പിന്നെ ഉണ്ടാവുകയാണ്, അനുഭവപ്പെടുന്നേ ഇല്ല. ധ്യാന കൂടാനൊക്കെ ആൾക്കാർ വരുമ്പം ഞാൻ സാധാരണ ചോദിക്കാറ് ചോദ്യം ഇടയ്ക്ക് വെച്ച് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരത് കൈ പൊക്കിക്കുകയും, അപ്പോൾ വളരെ ദൗർഭാഗ്യവശാല് കൈ പൊക്കുന്നൊരു ചുരുക്കമാണ്. കുറച്ച് പേര് പൊക്കും, കുറേയേറെ പേര് ശങ്കിക്കും. നല്ല വിശുദ്ധമായിട്ടും ദൈവത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു നരകഭീതിയുണ്ട്. നരകത്തിൽ പോകുമോ, നശിച്ചു പോകുമോ, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന ശങ്കയുടെ വിഷയമുണ്ട്. ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. റോമ 5 ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്, നാം രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. കാരണം അവിടെ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മൾ പാപികളായിരിക്കും തന്നെ മരിച്ചു, നമുക്ക് വേണ്ടി അവിടുന്ന് ദൈവത്തിൻ്റെ പക്കം നിലകൊള്ളുന്നു, മാധ്യസ്ഥം വഹിക്കുന്നു.
അത് നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണ് എന്ന് അപ്പോസ്തലൻ ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ ഈ ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഉറപ്പിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ പുണ്യം കൊണ്ടും മെടുക്കൊണ്ടും ഒന്നുമല്ല, ഒത്തിരി കുറവും പോരായ്മയെല്ലാം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാൽ അവിടുത്തെ കൃപാപര സഹായത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും, സ്വർഗത്തിലെത്തും, നരകത്തിൽ ഒരിക്കലും പോകില്ല എന്നുള്ള ഒരു 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 പ്രത്യാശയുടെ കരുത്ത് തെളിച്ച് ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമുക്ക് കിട്ടും. 2 അടയാളങ്ങൾ പറഞ്ഞു. ഒന്ന് ഈ വിജൃംഭണം വരുന്നു, വികാസം വരുന്നു. അതിൻ്റെ ഫലമായിട്ട് വരുന്ന 2 കാര്യം പറഞ്ഞു. ഒന്ന്, സങ്കോചം എല്ലാം ശുശ്രൂഷയെ വ്യാപരിക്കുന്നു. രണ്ടാമത്തേത്, ഈ നരകഭീതി വിട്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി സൃഷ്ടി കാണാം. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.